പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ രാജപുത്രിയുടെ അത്ഭുതം നിറഞ്ഞ ചോദ്യം, ഗുൽസനോബർ കഥ. രാജസഭ കൂടി. കൈമൂസ് രാജാവ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. തൊട്ടടുത്ത സ്ഥലത്ത് മെഹറംഗീസ് രാജകുമാരി, മന്ത്രിമാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാരായ പ്രജകൾ. അങ്ങനെ ആ രാജ്യത്തെ അപാലവൃദ്ധം ജനങ്ങളും അവിടെ സന്നിഹിതനായിരുന്നു. എല്ലാവരും അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ ജിജ്ഞാസയോടെ കാത്തിരുന്നു. തങ്ങളെ ഇത്ര പെട്ടെന്ന് വിളിച്ചു കൂട്ടിയതെന്തിനാണെന്ന് ആർക്കും മനസ്സിലായില്ല. അതായിരുന്നു അവരുടെ ആകാംക്ഷയ്ക്ക് കാരണം. ഒരു സൂചി വീണാൽ കേൾക്കുന്ന ആ നിശബ്ദതയിലേക്ക് അൽമാസ് രാജകുമാരൻ നടന്നു വന്നു. അയാൾ രാജസഭയെ ഒന്നടക്കം കേൾക്കും വിധം ഘനഗംഭീര സ്വരത്തിൽ പറഞ്ഞു, അഭിവന്ദരെ, രാജകുമാരിയുടെ ചോദ്യത്തിന് ഇന്ന് വരെ ആർക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്കതറിയാം. ഞാൻ ഇവിടെ വെച്ച് അത് വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്കൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഞാൻ രാജകുമാരിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അവൾ എനിക്കുള്ളതാണ്. അവൾ എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടതാണ്. ശരിയാണ്, രാജസദസ്സ് ഒന്നടങ്കം സമ്മതിച്ചു. എന്നാൽ ആദ്യമായി രാജകുമാരി എൻ്റെ ചോദ്യത്തിനു മറുപടി പറയണം. ആയിരക്കണക്കിന് യുവകോമളന്മാരുടെ തലകൾ തെറിപ്പിച്ച ഒരു പിടികിട്ട ചോദ്യമാണല്ലോ രാജകുമാരിയുടെ കയ്യിലിരിപ്പ്. ഈ ചോദ്യത്തിനാസ്പദമായ സംഭവം കുമാരി എങ്ങനെ അറിഞ്ഞു? ആരാണ് ഈ വിവരം കുമാരിയെ ധരിപ്പിച്ചത്? എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം രാജകുമാരി പതറി. മനസ്സിൻ്റെ സമനില വീണ്ടെടുത്തിട്ടെന്നവണ്ണം അവൾ പറഞ്ഞു, എനിക്കതൊരു യാത്രക്കാരൻ പറഞ്ഞു തന്നതാണ്. ഏത് യാത്രക്കാരൻ? ഇവിടെ എത്ര പേർ വരും? അതൊക്കെ ഓർത്തു വെക്കുമോ? ഈ വില കുറഞ്ഞ ചോദ്യം ചോദിക്കാനാണോ രാജസഭ കൂടണമെന്ന് ആവശ്യപ്പെട്ടത്? രാജകുമാരൻ അത് കേട്ട് ശാന്തമായി പറഞ്ഞു, കുമാരി, വെപ്രാളം കൂട്ടാതിരിക്കൂ. അത് നിനക്ക് പറഞ്ഞു തരാൻ തന്നെയാണെന്ന് എനിക്കറിയാം. രാജകുമാരൻ കൈമൂസ് രാജാവിനെയും കൊണ്ട് കുമാരിയുടെ ഇരിപ്പിടത്തിന് കീഴിലേക്ക് നടന്നു. അതിൻ്റെ ചുവട്ടിലുള്ള കവാടം തുറന്ന് അതിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഭൂതത്തിൻ്റെ കൈ പിടിച്ചു പുറത്തു കൊണ്ടുവന്ന് രാജസഭയിൽ നിർത്തി. ഇവനാണ് രാജകുമാരിക്ക് ആ വിവരങ്ങൾ നൽകിയത്. ഇവൻ ഇത്രയും കാലം കുമാരിയുടെ അന്തഃപുരത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. രാജകുമാരിയുടെ മുഖം വാടി. കണ്ടു നിന്നവരെല്ലാം അത്ഭുത പരതന്ത്രരായി മിഴിച്ചു നിന്നുപോയി. അനന്തരം രാജകുമാരൻ ഗുൽ എന്ന സ്ത്രീ സനോബർ രാജാവിനോട് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഞാൻ ഈ സംഗതികൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതെല്ലാം വിവരിച്ചു പറഞ്ഞു. അത്ഭുതകരമായ ഒരു അറബിക്കഥ കേൾക്കുന്നത് പോലെ ജനങ്ങൾ അത് കേട്ടിരുന്നു. അങ്ങനെ രാജസഭ പിരിഞ്ഞു. മെഹറംഗീസ് രാജകുമാരിയെ കരാർ പ്രകാരം കുമാരന് വിവാഹം ചെയ്തു കൊടുത്തു. കൂടാതെ രാജകുമാരിയെ കാണാനും വിവരങ്ങളുടെ ആദ്യ സൂചന ലഭിക്കാനും കാരണമായ ദില്ലാറം എന്ന യുവതിയെയും രാജകുമാരൻ വിവാഹം കഴിച്ചു. അനന്തരം 4 ഭാര്യമാരോടും പരിവാരങ്ങളോടും കൂടി തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു. മകനെ കാണാതെ പ്രാർത്ഥനകളും നേർച്ചകളുമായി കാത്തിരിക്കുകയായിരുന്ന രാജകുമാരൻ്റെ പിതാവായ സംഷാദ് ചക്രവർത്തി കുമാരൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കവിളിൽ ചുംബിച്ചു. മെഹറംഗീസിനെ പിതാവിൻ്റെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ 6 പുത്രന്മാരടക്കം ആയിരക്കണക്കിന് യുവാക്കളെ ചതിച്ചവളാണ് ഇവൾ. ഇവളെ എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. അത് കേട്ട് വിശാല മനസ്കനായ പിതാവ് പറഞ്ഞു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അവൾക്ക് മാപ്പ് കൊടുക്കുക. അപ്പോഴാണ് രാജകുമാരിക്ക് ശ്വാസം നേരെ വീണത്. പിതാവിൻ്റെ അപേക്ഷപ്രകാരം രാജകുമാരൻ അവൾക്ക് മാപ്പ് കൊടുത്തു. ഇത്രയും കാലം രാജകുമാരിയുടെ അരമനയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഭൂതത്തിനെ കുതിരക്കാലിൽ കെട്ടി തെരുവിലൂടെ വലിച്ചിഴച്ചു കൊന്നു. പിന്നീട് രാജകുമാരൻ തൻ്റെ ഭാര്യമാരോടും സന്തതികളോടും കൂടി ആ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു. ചിരകാലം ജീവിച്ചു.